ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു sree'sworld. ഞാനിന്നിവിടെ ഒരു നൈലോൺ റിബൺ വെച്ചിട്ട് ഒരു ഈസി ആയിട്ട് ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെയൊക്കെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഈ റിബൺ വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അതിനനുസരിച്ചുള്ള ഹെയർ ബാൻഡുകൾ ഉണ്ടാക്കാം. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് വില ഉണ്ടാവും. പക്ഷേ ആ വിലയ്ക്ക് വാങ്ങിയിട്ടും നമുക്ക് കുട്ടിയൊക്കെ വെച്ച് കൊടുത്താൽ ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും കുട്ടികൾ അത് മുഴുവൻ നാശാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണേ, ഒരുപാട് ചിലവാവുകയില്ല. ഞാനിവിടെ നൈലോൺ റിബൺ വാങ്ങിയിട്ടുള്ളത് 1 ദിർഹത്തിനാണ്, അത്രേ അതിന് വിലയുള്ളൂ. പിന്നെ ഹെയർ ബാൻഡ്, ഇത് പഴയൊരു ഹെയർ ബാൻഡാണ്. നമ്മുടെ കുട്ടികളുടെ അടുത്തുണ്ടാവും പഴയ ഹെയർ ബാൻഡുകൾ. കുട്ടികൾ അതിൻ്റെ മേലെയുള്ള സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പുറത്തേക്കൊന്നും വെച്ച് കൊടുക്കാൻ പറ്റില്ല, പുറത്ത് പോകുമ്പോഴൊന്നും വെച്ച് കൊടുക്കാൻ പറ്റാത്ത അങ്ങനത്തെ പഴയ ഹെയർ ബാൻഡുകൾ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. എന്നിട്ട് അതിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു 6 യാർഡിൻ്റെ ഒരു നൈലോൺ റിബണാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത് വീതി കുറഞ്ഞതാണ് ഞാൻ വാങ്ങിയത്. ഇത് നല്ല വീതിയുള്ളതും കിട്ടും, അതും വാങ്ങിക്കാം. അതിന് ഒരു കത്രികയും ഗ്ലൂ ഗണ്ണും ഹെയർ ബാൻഡും ആണ് ആവശ്യമുള്ളത്. ഇത് നല്ല വീതിയുള്ളതാണെങ്കിൽ നല്ല വലുപ്പത്തിൽ കിട്ടും. ഇത് ഞാനിവിടെ ചെറുതാണ് എടുത്തിട്ടുള്ളത്, തീരെ വീതി കുറഞ്ഞ റിബണാണ് എടുത്തിട്ടുള്ളത്. നല്ല വീതിയുള്ള ഹെയർ ബാൻഡായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഇരട്ടി നീളത്തിൽ ഒരു ഭാഗത്തേക്ക് നമ്മൾ എടുക്കണം. ഇത് കട്ട് ചെയ്തെടുക്കരുത്, അവസാനമാണ് നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് നടുവ് മടക്കി എടുക്കുക ചെയ്യുക. അപ്പോൾ ഞാനിത് പറയുമ്പം എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിന്ന് വരില്ല. അപ്പം ഇതിൽ കാണുന്ന പോലെ നടുക്കിൽ വെച്ചിട്ടാണ് നമ്മളിതിങ്ങനെ ക്രോസായിട്ടൊന്ന് മടക്കിയെടുത്ത് ആണ് ചെയ്യുന്നത്. ഇത് കാണുമ്പോഴും പറയുമ്പോഴും ചിലപ്പം ഇതെങ്ങനെയാണെന്നുള്ളൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ അത് ചെയ്യുമ്പം ഈസിയാണ്, നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 2 ഭാഗത്തുനിന്നും ക്രോസായിട്ട് പിടിച്ചിട്ട് നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് ആ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മറ്റേ ഭാഗത്തുള്ള റിബൺ വലിച്ചിട്ട് അത് ടൈറ്റ് ആക്കണം. അത് ചുളുങ്ങി പോവാതെ നല്ല കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഒരു പ്രാവശ്യം ഈ കെട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ വലിച്ചിട്ടുള്ള ആ ഭാഗത്തെ റിബൺ കൊണ്ടാണ് പിന്നെ അടുത്ത കെട്ടിടുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പല കളറിൽ ഇങ്ങനെ ഹെയർ ബാൻഡ് ചെയ്ത് വെച്ചത് നല്ല ഭംഗിയാണ് കാണാൻ. അതിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ മുത്തുകളോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ ഒക്കെ വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഇത് ഞാൻ 2-3 ഇതായിട്ട് കാണിക്കുന്നതാണ്. ഇനിയിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സ്ലോലി 2-3 പ്രാവശ്യമായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഹെയർ ബാൻഡിൻ്റെ എത്ര വലുപ്പത്തിൽ വേണം എന്നുള്ളത് നമുക്കിത് മടഞ്ഞ് വരുമ്പോൾ നമുക്ക് നോക്കാം. എന്നിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ സൈഡിൽ ഒരു ഭാഗത്ത് നമ്മൾ എടുത്തിട്ടില്ലേ അത് കഴിയുന്നവരെയും മടഞ്ഞെടുക്കാം. നമുക്ക് നോക്കിയിട്ട് ഏതാണ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അവസാനം ഇത് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഏത് കളർ വേണമെങ്കിലും ഹെയർ ബാൻഡ് എടുക്കാം. ആ ഹെയർ ബാൻഡിൽ നമ്മൾ ഈ ഇത് നൈലോൺ റിബൺ എടുത്തിട്ടില്ലേ ആ നൈലോൺ റിബൺ തന്നെ ഒന്ന് നന്നായിട്ട് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഹെയർ ബാൻഡും ആ കളറ് തന്നെയാവും. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ മടഞ്ഞ് വെച്ചിട്ടുള്ള ഇതും കൂടെ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അതിൽ. എന്നിട്ട് നമുക്ക് മുത്തുകളോ ഫ്ലവേഴ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ചു കൊടുത്ത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്ക് പല കളറിലുള്ള നൈലോൺ റിബൺസും നമുക്ക് കടയിൽ കിട്ടും. അപ്പോൾ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള റിബൺ വാങ്ങിയിട്ട് ആ കളർ വാങ്ങിയിട്ട് ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ നല്ലതാണ്. തീരെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല വീതിയുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇതുപോലെ പണ്ട് പനയോല വെച്ചിട്ടൊക്കെ അമ്മമ്മയൊക്കെ ഓണത്തിന് പൂക്കുടകളൊക്കെ ഇങ്ങനെ മടഞ്ഞു തരാറുണ്ടായിരുന്നു. എനിക്കിത് ചെയ്തപ്പോൾ അതേപോലെയാണ് തോന്നിയത്. ഇങ്ങനത്തെ പനയോല കൊണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. ഇതിൻ്റെ അവസാനം റിബൺ എൻഡിലെത്തുമ്പോൾ ആവശ്യത്തിനുള്ള നീളം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്തിട്ട് അതിങ്ങോട്ട് വലിച്ചെടുത്ത് നമുക്കവിടെ ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂഗൺ വെച്ച് തന്നെ ഒട്ടിക്കുന്നതായിരിക്കും ആ ഗ്ലൂഗണ്ണിൻ്റെ ഗ്ലൂ കൊണ്ട് ഒട്ടിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഞാൻ ഫാബ്രിക് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചപ്പം അത് കറക്റ്റായിട്ട് നിന്നിട്ടില്ല. അത് ഒട്ടി നിൽക്കാൻ കുറേ സമയം ഞാനിങ്ങനെ പിടിച്ച് നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഗ്ലൂഗൺ വെച്ച് ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് പെട്ടെന്ന് ഒട്ടിക്കിട്ടി.
ഞാനുണ്ടാക്കിയ ഹെയർ ബാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയണേ. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഒന്ന് ഇതേപോലെ ഹെയർ ബാൻഡ് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നേ ഉള്ളൂ, പക്ഷേ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അധികം സാധനങ്ങളും ആവശ്യമില്ല, എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ്. താങ്ക് യു.